ാണ് നമ്മൾ തത്സമയ വിവരങ്ങളിലേക്ക് കൂടി പോകുന്നത്. പാലക്കാട് കൊല്ലങ്കോട് മയക്കുവെടി വെച്ച പുലി ചത്തത് ആന്തരിക രക്തസ്രാവം മൂലം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഏറെ നേരം കമ്പിയിൽ കുടുങ്ങിക്കിടന്ന പുലി അപകടത്തിലേക്ക് പോയത് അതിന്റെ ശ്വാസകോശത്തെ ആ കമ്പിയിൽ കുടുങ്ങിക്കിടന്ന സാഹചര്യം ബാധിച്ചതുകൊണ്ടാണ്. പുലി കുടുങ്ങിയത് പന്നിക്കെണിയിലാണ് എന്നതും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പുലിയുടെ ജഡം ഇന്ന് വൈകിട്ട് അല്പസമയത്തിനകം സംസ്കരിക്കും. വിഷയത്തിൽ കൊല്ലങ്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും. വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കൽ, ഒപ്പം വയനാട്ടിൽ തണ്ണീർക്കൊമ്പനെ പിടികൂടാൻ പോയത് നമുക്കറിയാം. ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം കാസർകോട്ട് നിന്ന് കരടിയുടെ കാര്യം പറയാൻ അർജുൻ ഹേമയും ചേരുകയാണ് തത്സമയം. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ, ഇന്നലെ ആ പുലി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആ പുലിയുടെ അവസ്ഥ അതിന്റെ മരണത്തിലേക്ക് എത്തും എന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ആ കെണിയിൽ കുടുങ്ങിക്കിടക്കുമ്പോഴൊക്കെ പിടയുകയായിരുന്നു. അങ്ങനെ പിടഞ്ഞ് അതിന്റെ അന്ത്യം സംഭവിക്കുന്നത് വരെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥയുണ്ടായില്ലേ ഇക്ബാൽ? പ്രത്യേകിച്ചും വനംവകുപ്പ് കെണിയിൽ കുടുങ്ങുന്ന മൃഗങ്ങളെ അതുപോലെ തന്നെ മയക്കുവെടി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വെക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട ആ മൃഗങ്ങളുടെ ആരോഗ്യാവസ്ഥ നോക്കാതെയുള്ള പെട്ടെന്നുള്ള പരിഹാരക്രിയയായ മയക്കുവെടിയിലേക്ക് പോകുന്നത് ഒക്കെ ഈ മൃഗങ്ങളുടെ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയല്ലേ ഇക്ബാൽ? അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ നമ്മുടെ മുന്നിൽ കണ്ട ഈ പുലിയുടെ അന്ത്യം? സുജയ, തീർച്ചയായും സുജയ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം പുലർച്ചെ 5:30 മണിയോടുകൂടിയാണ് ഈ കൊല്ലങ്കോട് വാഴപ്പുഴയിൽ ഈ പുലി ഈ കമ്പിവേലിയിൽ കുടുങ്ങുന്നത്. നാട്ടുകാർ കാണുമ്പോൾ തന്നെ ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ട് 7 മണിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെയും 6.5 മണിക്കൂർ കഴിഞ്ഞാണ് വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘം തന്നെ പുലിയെ പിടികൂടാൻ അവിടേക്ക് എത്തിയത്. ഈ സമയം അത്രയും പുലി ഈ കമ്പിവേലിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുലി പലതവണ ശ്രമിച്ചു. ഇതിനിടയിൽ ഈ കമ്പി ടൈറ്റായി അല്ലെങ്കിൽ അതിൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് പുലിക്ക് ഇത്തരത്തിൽ മരണം സംഭവിക്കാൻ കാരണമെന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരിക്കുന്നു. ഈ കമ്പി ഏറെ നേരം പുലിയുടെ ഈ വയറ്റിൽ തന്നെ ചുരുണ്ട് കടന്നതുകൊണ്ട് തന്നെ പുലിക്ക് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരുന്നു. മാത്രമല്ല ശ്വാസകോശത്തിനും തകരാറ് സംഭവിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നലെ പുലിയുടെ മലദ്വാരത്തിൽ നിന്ന് രക്തം വന്നിരുന്നു എന്ന് ഉൾപ്പെടെ പുലി ചത്തതിന് പിന്നാലെ വെറ്റിനറി സർജൻ അറിയിച്ചിരുന്നു. തീർച്ചയായും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം 6.5 മണിക്കൂറെല്ലാം എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ പുലി അത്രയും അധികം ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നേരിട്ടിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ ആ പുലി പെട്ടത് 7 മണിക്കാണ്. ഒരു 10 മണിക്ക് മുമ്പെങ്കിലും ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി പുലിയെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമായിരുന്നില്ല എന്നാണ് മൃഗസംരക്ഷണ ആളുകളും ഏതായാലും വ്യക്തമാക്കുന്നൊരു കാര്യം. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പന്നിക്കണിയിൽ പെട്ട് തന്നെയാണ് ഈ പുലിക്ക് അപകടം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇന്നലെ ഈ പന്നിക്കണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പന്നിക്കണി വെച്ചിട്ടുള്ള പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കാൻ വനവകുപ്പ് തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷം ഇതിൽ വലിയ രീതിയിൽ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുക സാഹചര്യമെല്ലാം ഇന്ന് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഈ പന്നിക്കണിയിൽ നിന്നാണ് പുലി കുടുങ്ങിയത് എന്ന ഒരു വ്യക്തമായ ഒരു വിവരം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ തത്സമയം ദീപക് അവിടേക്ക് ഇക്ബാൽ അവിടേക്ക് ആദ്യം എത്തുന്നു. ഇക്ബാൽ ആ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത് കണ്ട് ആസ്വദിക്കുന്ന അതിൽ ഒരു തരത്തിലൊരു ഭ്രാന്തമായ ആവേശം ബാധിച്ച ഒരു ജനക്കൂട്ടത്തെ നമുക്ക് അവിടെ കാണാമായിരുന്നു. മൊബൈലിലൊക്കെ ഈ പുലി കിടന്ന് പിടയുമ്പോൾ അത് പ്രാണന് വേണ്ടി പിടയുകയാണ്. അപ്പോൾ അത് കാഴ്ചയാക്കാൻ, അത് മത്സരിച്ച് ദൃശ്യമാക്കാനായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു. മൊബൈൽ ക്യാമറകളൊക്കെ ഓൺ ചെയ്തുകൊണ്ട്. പക്ഷേ ആ പുലിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വന്ന് ആ കെണിയിൽ പെട്ടുപോയതാണ്. അതിനെ ജീവനോടെ രക്ഷിക്കാനും സുരക്ഷിതമായി മാറ്റാനും കഴിഞ്ഞില്ല എന്നുള്ള ഒരു അശ്രദ്ധ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ കാഴ്ചക്കാരായി നിൽക്കുന്നവരെ കണ്ട് അവരിൽ ആവേശം നിറയ്ക്കുന്നതിനായി സമയമെടുത്തുള്ള രക്ഷാപ്രവർത്തനം, അങ്ങനെയും പോകുന്നുണ്ടോ കാര്യങ്ങൾ ഇക്ബാൽ? അവിടെ കാഴ്ച കാണാൻ വന്ന ആളുകളിൽ കുറച്ച് പേര് നാട്ടുകാരായിരുന്നു. മറ്റുള്ളവരെല്ലാം ഈ പുലി കെണിയിൽ കുടുങ്ങിയ വിവരം അറിഞ്ഞ് ദൃശ്യങ്ങൾ പകർത്താൻ ഉൾപ്പെടെ എത്തിയവരാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യമാണ്. നിസ്സഹരായി അവർ നിൽക്കുക എന്നല്ലാതെ ആ പുലിയുടെ അടുത്തേക്ക് എത്താൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. ഏകദേശം 12 മണിയോടുകൂടി തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ ധോണിയിൽ നിന്നെല്ലാം RRT സംഘം എത്തിയതിന് ശേഷമാണ് പുലിയുടെ അടുത്തേക്കെങ്കിലും അവർക്ക് പോകാനുള്ള ഒരു ധൈര്യം കാണിച്ചത്. മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ആ പുലിയുടെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും കഴിയാതെ
കഴിയാത്ത രീതിയിൽ നിസ്സഹരായി അവരവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത്. പിന്നീട് തൃശ്ശൂരിൽ നിന്നും ധോണിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പുലിയെ കൃത്യമായി പരിശോധന നടത്തുന്നു. അപ്പോഴേക്കും വെറ്റിനറി സർജനായ ഡോക്ടർ ഡേവിഡ് എബ്രഹാം അവിടേക്ക് എത്തുന്നു, പുലിയെ പരിശോധിക്കുന്നു. ആദ്യം ഒരു ഡാർട്ട് ചെയ്യുന്നു, പക്ഷേ അത് പുലിയുടെ കാലിൽ തട്ടി തെറിക്കുകയായിരുന്നു. പുലിക്ക് കാര്യമായി ആ മയക്കുവെടി ഏറ്റിരുന്നില്ല. അതിനുശേഷം പിന്നീട് ശക്തി ഉപയോഗിച്ച് പുലിയെ കൂട്ടിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. ഇന്നലെ തൃശ്ശൂരിൽ നിന്നുള്ള RRT ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ രക്ഷയ്ക്ക് പോലീസിന്റെ ഷീൽഡ് ഉപയോഗിച്ചിരുന്നു. ആ ഷീൽഡിൽ പുലി മാന്തിയ പാടുകളെല്ലാം അവർ കാണിച്ചു തന്നിരുന്നു. ഒരു പ്രഷർ പുലിക്ക് ചെലുത്തിയിട്ടാണ് അവർ കൂട്ടിലേക്ക് കയറ്റിയത്. അതുകൊണ്ടാണ് പുലി ഇവർക്ക് നേരെ ഒരു ആക്രമിക്കാൻ വരുന്ന രീതിയിലേക്ക് ഉണ്ടായത്. ഒരു പക്ഷേ മയക്കുവെടി കൃത്യമായി പുലിക്ക് കൊണ്ടിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. മാത്രമല്ല കൂട്ടിലേക്ക് കയറ്റുമ്പോഴും പുലിക്ക് വലിയ രീതിയിൽ പ്രഷർ അനുഭവപ്പെട്ടിരുന്നു. ഇതിന് ശേഷമാണ് പുലി കുടുങ്ങിയിരുന്ന കമ്പി മുറിച്ചു മാറ്റാൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത്. ഏതായാലും ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ച എന്ന് ഈ കാര്യത്തിൽ പറഞ്ഞേ മതിയാവൂ. കാരണം 6.5 മണിക്കൂർ നേരം എടുത്തുകൊണ്ടാണ് ആ പുലിയെ കമ്പി വേലിയിൽ നിന്ന് മാറ്റി കൂട്ടിലേക്ക് മാറ്റാൻ തന്നെ വനംവകുപ്പിന് സാധിച്ചത്. തീർച്ചയായും അതൊരു വീഴ്ച തന്നെയാണ്. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇക്ബാൽ അറക്കൽ, നമുക്ക് തണ്ണീർക്കൊമ്പന്റെ കാര്യം കൂടി ഒന്ന് ചോദിച്ചു പോകണം. ദീപക് മോഹൻ നമുക്ക് പോകണ്ട. ദീപക് മോഹൻ, അന്ന് ഓപ്പറേഷൻ തണ്ണീർക്കൊമ്പൻ തത്സമയം മാധ്യമങ്ങളെല്ലാം നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം തണ്ണീർക്കൊമ്പന്റെ മരണവാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് 20 ദിവസത്തിനിടെ 2 തവണ മയക്കുവെടി, ബൂസ്റ്റർ ഡോസുകളടക്കം തണ്ണീർക്കൊമ്പന് ഏൽപ്പിക്കുന്നതടക്കം നമ്മൾ കാണുന്നു. തണ്ണീർക്കൊമ്പന്റെ മരണവും ഇപ്പോൾ ഈ പുലിയുടെ അന്ത്യം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ആയിരുന്നില്ലേ തണ്ണീർക്കൊമ്പന്റെ മരണവും സംഭവിച്ചത്? സുജിയ, കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ കർണാടക വനമേഖലയിൽ നിന്ന് വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ മാനന്തവാടി നഗരത്തിലേക്ക് തണ്ണീർക്കൊമ്പൻ എത്തിയത്. അന്ന് രാവിലെ മുതൽ മാനന്തവാടി നഗരത്തെ വിറപ്പിച്ച് തണ്ണീർക്കൊമ്പനെ പിടികൂടാനായി വനംവകുപ്പ് പഠിച്ച പണി 18 നോക്കി ഏറ്റവും അവസാനമാണ് മയക്കുവെടി വയ്ക്കുക എന്നുള്ള ഒരു ദൌത്യത്തിലേക്ക് എത്തിയത്. അതിനായി കൃത്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കൃത്യമായി വഴിയൊരുക്കി വാഹനങ്ങൾ എത്തുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയാണ് ഈ വനംവകുപ്പ് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആദ്യം ഒരു മയക്കുവെടി വെച്ചെങ്കിലും മയക്കുവെടി കൊണ്ടതിന്റെ ഒരു ക്ഷീണം ആ ആനയ്ക്ക് അന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും രണ്ടാമത് മറ്റൊരു മയക്കുവെടി കൂടി നൽകി. അതിനിടയിൽ സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈ മയക്കുവെടി നൽകുന്ന സമയത്ത് കൃത്യമായി നിരീക്ഷണം നടത്താറുണ്ട്. അതായത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മൃഗത്തെയാണ് കൃത്യമായി മയക്കുവെടി വയ്ക്കാനുള്ള ഡോസ് അവർ കറക്റ്റായി കണക്കാക്കി കൃത്യമായി മയക്കുവെടി വയ്ക്കുക. ആ സമയത്ത് അവർക്ക് ചെറിയ തോതിലുള്ള പാകപ്പിഴകൾ പറ്റിയെന്ന് നമ്മൾ മാധ്യമങ്ങൾ അടക്കം അന്ന് സംശയിച്ചിരുന്നു. അതിന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിറ്റേ ദിവസം ആന ചെരിഞ്ഞ കാരണം എന്നും ഉള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തു വന്നു. ഏതായാലും അന്ന് സംഭവിച്ച സമയത്ത്, അതായത് ആദ്യം മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് ആനയുടെ പിൻഭാഗത്ത് തറച്ചു. രണ്ടാമത്തെ മയക്കുവെടി, രണ്ടാമതൊരു ഡോസ് കൂടി നൽകിയതിനു ശേഷമാണ് ആന അല്പം ഒന്ന് മയങ്ങിയത്. എന്നാൽ സാധാരണ ആനയ്ക്ക് മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് ഈ ആനയുടെ 2 ചെവികളും ആട്ടുന്നത് നിർത്തും. ആനയുടെ 2 ചെവികളുടെയും ചലനം നിർത്തുന്നത് നോക്കി മനസ്സിലാക്കിയാണ് ആന മയങ്ങി എന്നുള്ളത് വനംവകുപ്പ് ഉറപ്പുവരുത്തുകയും പിന്നീട് 2 ആനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളിലേക്ക് മാറ്റുക. പക്ഷേ അന്ന്, അതായത് ഈ തണ്ണീർക്കൊമ്പൻ പിടികൂടുന്ന സമയത്ത് ആനയുടെ പിൻഭാഗത്ത് വലിയൊരു മുഴയുണ്ടായിരുന്നു. അത് 2 മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി കർണാടക വനം വകുപ്പ് ഈ ജനവാസ മേഖലകളിൽ ഇറങ്ങി ആനയെ മാറ്റുന്ന സമയത്ത് മയക്കുവെടി വെച്ച് പിന്നീട് അതൊരു വലിയ പഴുപ്പായി മാറിയ ആ ഒരു മുഴയായിരുന്നു ആനയുടെ പിൻഭാഗത്ത് അന്നുണ്ടായിരുന്നത്. എന്നാൽ അന്ന് വനം വകുപ്പ് ഈ ആനയെ മയക്കുവെടി വെച്ച് മാനന്തവാടിയിൽ നിന്ന് പിടികൂടുന്ന സമയത്ത് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ശ്രദ്ധ നടത്തിയില്ല എന്ന് വേണം കരുതാൻ. നമ്മുടെ റീജിയണൽ ചീഫായ VS രഞ്ജിത്തെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മളത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു വീഴ്ച കൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം ആന ചരിഞ്ഞത് എന്നുള്ള ഒരു കാര്യം വരെ പുറത്തു വന്നത്. ദീപക് മോഹൻ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൃദയാഘാതമാണ്, സമ്മർദ്ദത്തെ തുടർന്നുള്ള ഹൃദയാഘാതമാണ് തണ്ണീർക്കൊമ്പൻ ചെരിയാനുള്ള കാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ഒക്കെ പറയുന്നുണ്ട്. ആനയുടെ ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നു, ആനയുടെ ദേഹത്തെ മുഴയിൽ പഴുപ്പുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മയക്കുവെടി ഏറ്റതിനു ശേഷം മണിക്കൂറുകളോളം ആന വെള്ളം കിട്ടാതെ നിർജ്ജലീകരണം സംഭവിച്ചാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലെയും പാലക്കാട്ടെയും കാഴ്ച കണ്ടു. അന്ന് ആ കരടിക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം. കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെക്കുറിച്ച്, മനുഷ്യ മൃഗ സംഘർഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകും. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്ന മൃഗങ്ങളെ വേട്ടയാടി അല്ലെങ്കിൽ ആ മൃഗങ്ങളെ പിടിച്ച് കൂട്ടിലേക്കാക്കുന്നതിനിടയിൽ അവയുടെ മരണം സംഭവിക്കുമ്പോൾ ആ മരണ കാരണം എന്താണ്, അതിൽ വനംവകുപ്പിന്റെ അശ്രദ്ധയുണ്ടായിട്ടുണ്ടോ, വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതൊന്നും പലപ്പോഴും പരിശോധിക്കപ്പെടാറില്ല. ഇപ്പോൾ വയനാട്ടിൽ തണ്ണീർക്കൊമ്പന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കിണറ്റിൽ വീണ കരടി, അതെങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ ആ കരടിയുടെ അന്ത്യം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൂടി നോക്കാം. അർജുൻ ഹേമ അന്ന് ആ സ്ഥലത്ത് റിപ്പോർട്ടിങ്ങിന് പോയ ആളാണ്. അർജുൻ, അന്ന് ആ കരടിയെ കയറ്റുന്നതിന്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കരടിയെ മയക്കുവെടി വെക്കുന്നത് വലിയ രീതിയിൽ വിമർശന വിധേയമായതാണ്. അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്?
സുജയ, ഈ കഴിഞ്ഞ വർഷം അതായത് 2023 ഏപ്രിൽ 20-ന് ഈ രാത്രി 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോഴികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരടി ആ പ്രദേശത്ത്, അതായത് തിരുവനന്തപുരം വെള്ളനാടാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ആ കരടി അവിടെ വീട്ടിലെ കോഴികളെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്തുകയായിരുന്നു. 2 കോഴികളെ പിടിക്കുകയും 3-ാമത്തെ കോഴിയിലേക്ക് ഒരു ശ്രമം നടക്കുമ്പോഴത്തേക്കും ഈ അബദ്ധത്തിൽ ഒരു കിണറിലേക്ക് വീഴുകയാണ് ചെയ്തത്. അതിൽ സംഭവം ഉടൻ തന്നെ ഈ വീട്ടുകാർ അറിയുകയും കരടി ഇത്തരത്തിൽ വീണുവെന്നും ഇത് വീട്ടുകാർ തന്നെ കാണുന്നു, നാട്ടുകാർ വിളിച്ചു കൂട്ടുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ എത്തുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന ഒരു രീതി അവർക്ക് അറിയില്ലായിരുന്നു. അത്തരത്തിലൊന്നും അവർക്കൊരു മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആ കരടിയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഒരു ഭാരമുള്ള ഒരു വന്യമൃഗമാണ് അത് കരടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ശ്രമകരമായി കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത്ര എളുപ്പകരമായിരുന്നില്ല. ഏകദേശം 12 മണിക്കാണ് ഈ കരടി ഈ കിണറ്റിനുള്ളിൽ വീണത്. 7 മണിയോളം, അതായത് അപ്പോൾ തന്നെ സംഭവം ഈ പ്രവർത്തനം തുടങ്ങിയെങ്കിലും അതിന് തൊട്ട് പിറ്റേ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ കരടിയെ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ വെള്ളം, അതായത് കിണറ്റിനുള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം വറ്റിക്കാതെയാണ് ഈ മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വേഗത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൽ പ്രധാനമായും പറയേണ്ടത്, അവർക്ക് എങ്ങനെയെങ്കിലും ഈ കരടി അത് അക്രമാസക്തമാകുമോ എന്നുള്ള ഒരു ഭയത്താലാണ് ഈ കരടിയെ ആദ്യം തന്നെ അവർ മയക്കുവെടി വെച്ചത്. പക്ഷേ ആ വെള്ളം നീക്കം ചെയ്തതിന് ശേഷം, ആ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം മാറ്റിയതിന് ശേഷമാണ് മയക്കുവെടി വെച്ചതെങ്കിൽ ഒരുപക്ഷെ ആ കരടിക്ക് ഒരു ജീവൻ ഉണ്ടാകുമായിരുന്നു. അതിൽ പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു വെപ്രാളം കാണിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. അതിൽ പുറത്തു വന്ന ഏറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് മുങ്ങി മരണമാണ്, അതായത് കരടി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കരടിയുടെ ശരീരത്തിലൊന്നും മറ്റ് ബുദ്ധിമുട്ടുകളോ ക്ഷതമേറ്റതായിട്ടോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ വനം വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നു. വൈൽഡ് ലൈഫ് വാർഡന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇത് ട്രീറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മന്ത്രിയായ AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കൃത്യമായി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പ്രധാനമായി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുജയ, ഈ വനം വകുപ്പിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുങ്ങാൻ സാധ്യതയുള്ള ജീവികളെയാണ് എങ്കിൽ അവ മയക്കുവെടി വെക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പ്രതികൂല സാഹചര്യമാണ് എങ്കിൽ മറുമരുന്ന് ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയുണ്ട്. അതും ഈ സംഭവത്തിൽ ഉണ്ടായില്ല എന്നതാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം, അതുപോലെ മുന്നൊരുക്കമൊക്കെ ഈ മയക്കുവെടി വെക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരും നൽകണം. അതൊന്നും തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല. മയക്കുവെടി വിദഗ്ധരുടെ, അതായത് ഡോക്ടറുടെ, അന്ന് ഈ തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്നും ഡോക്ടർ എത്തിയായിരുന്നു, അലക്സാണ്ടർ ആയിരുന്നു അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഈ മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കുറച്ചു നേരമായി മയക്കുവെടി വെക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഹേമയും ദീപക് മോഹനും ഇക്ബാൽ അറക്കലും സംസാരിച്ചപ്പോൾ മൂന്ന് മൃഗങ്ങളുടെ കാര്യമാണ്, പെൺപുലി, ആന, കരടി, 3 മൃഗങ്ങളെ മയക്കുവെടി വെക്കുന്ന കാര്യം പറഞ്ഞു. എന്താണ് ഈ മയക്കുവെടി വെക്കുന്നതിന്റെ മാനദണ്ഡം എന്നറിയാമോ? പറയാം.